അത് അദ്ദേഹത്തോട് തന്നെ പോയി ചോദിക്കണം. അല്ല, അത് ഞാൻ പറഞ്ഞതല്ലല്ലോ. പറയുന്ന ആളോട് ചോദിച്ചാലല്ലേ ഉദ്ദേശം മനസ്സിലാവും. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിനക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ നല്ല ഉദ്ദേശമാണ്, എന്താണ് ഉദ്ദേശം എന്നുള്ളത് ചോദിച്ചാൽ പറയുമായിരിക്കും. അല്ല, നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ ആളോട് ചോദിച്ചു നോക്കാം. ഞാനതിൻ്റെ ആധികാരിക വക്താവല്ലല്ലോ അർജുൻ. LDF-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ എപ്പോഴും ആ കാര്യങ്ങൾ എല്ലാ അവസരങ്ങളിലും പത്രക്കാരുമായി പങ്കുവെക്കാറുണ്ട്. നിങ്ങളെല്ലാവരെയും വിളിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾ ഇങ്ങനെയും വരാറുണ്ട്. അല്ലെങ്കിൽ ഒറ്റക്കായാലും നിങ്ങളൊക്കെ വന്നാൽ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നയം വ്യക്തമാണ്. ഞങ്ങളുടെ മുന്നണി സുശക്തമാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. തോൽവിയുണ്ടായ സമയത്ത് ജില്ലാ കമ്മിറ്റികളിലും ചർച്ചകൾ വന്ന അവലോകന യോഗങ്ങൾ നടന്നപ്പോൾ ഈ താങ്കളും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയൊക്കെ ഇത്തരത്തിൽ വോട്ട് പോകാൻ കാരണമായി ആ ചോദ്യമൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യമില്ല. 1.5 കൊല്ലം മുമ്പാണ് എന്നെ ആരെല്ലാം കാണുന്നുണ്ട്, നിങ്ങളുടെ തന്നെ മാധ്യമത്തിൻ്റെ ആരെല്ലാം എന്നെ കണ്ടിട്ടുണ്ട്, ഏതെല്ലാം പാർട്ടിക്കാർ കാണുന്നുണ്ട്. അങ്ങനെ 1.5 കൊല്ലം മുമ്പ് കണ്ടൊരു കാര്യം എന്നാൽ ഇപ്പോൾ ഒരു വലിയ സംഭവം പോലെ നിങ്ങളത് അങ്ങനെയാണ് ദുർവ്യാഖ്യാനിക്കുന്നത്. ഞാൻ പറയുന്നത് അതല്ല. നമ്മൾ സത്യസന്ധമായി ഉള്ള കാര്യങ്ങൾ പറയുക. ഒരു കാര്യം, എനിക്ക് നിങ്ങളോട് ആരോടെങ്കിലും ഒരു കള പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു സത്യവും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാനതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പാകെ വസ്തുതാപരമായി വിശദീകരിക്കാറുണ്ട്. നിങ്ങൾക്കെല്ലാം തന്നെ പല കാര്യങ്ങളെക്കുറിച്ച് വസ്തുതാപരമായിട്ട് ബോധ്യമുള്ളതാണ്. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. പാർട്ടിയുടെ സ്ഥലങ്ങളിൽ പോലും വോട്ട് കുറഞ്ഞതിനെ കുറിച്ചപ്പോൾ LDF വിലയിരുത്തിയില്ലേ, ചർച്ച നടത്തിയില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ചോദ്യങ്ങളെല്ലാം എത്രയോ തവണ നിങ്ങൾ പലരും നേതാക്കന്മാരോട് ചോദിച്ചു. അവരെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ വരെ നിങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്ത കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ചാനലിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇതെന്തിനാ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യം എന്താണുള്ളത്? അത് ഇതെല്ലാം നിങ്ങൾ എത്ര കാലമായി ചോദിക്കുക. ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് അന്ന് മുതലേ ചോദിക്കുന്നില്ല. അതിനെല്ലാം മറുപടി കിട്ടിയില്ല. മറുപടി എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ല. ഈ പറഞ്ഞു കഴിഞ്ഞാലും എന്തിനാ ഇങ്ങനെ? അതാണ് നമ്മൾ ഈ മാധ്യമരംഗത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ കാണുന്നൊരു പ്രവണതയാണ്. ഈ കേരളത്തിൽ മാത്രമാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് മാധ്യമരംഗത്ത് കുറേ കൂടി ഒരു ഉയർന്ന നിലവാരം കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെല്ലാം പരിശ്രമിക്കുക. ഒരു കാര്യം ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ഞങ്ങൾക്കതിലൊന്നേ ചെയ്യാനുള്ള അത്തരം കാര്യങ്ങളോട് മറുപടി പറയാതിരിക്കുക. കാരണം ഇത് ആവശ്യമില്ലാതെ വെറുതെ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദിക്കും. എനിക്കറിയില്ല, നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കും. അദ്ദേഹം പറഞ്ഞോ എന്ന് തന്നെ എനിക്കറിയില്ല. മാധവം എഴുതിയ പോലെ എഴുതിയെങ്കിൽ പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റും? ഇനി അത് മാത്രമല്ല, ഇവരും അതിനിടയിൽ അത് പറഞ്ഞ ആളാ. ആര്? നിങ്ങളെ രഞ്ജിത്ത് എന്താ നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിട്ട് പ്രസാദല്ല, ശ്രീജിത്ത്. ഇങ്ങനെ ഒരു മൈക്ക് കിട്ടിയാൽ ഞാൻ കണ്ടിരുന്നത്. എനിക്കതിലൊന്നും വലിയ പ്രശ്നമില്ല. കാരണം ഞാനാണ്, എന്നെ അറിയുന്നവരാണ് ജനങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നതിലും വലിയ പ്രശ്നമില്ല. അത് അതിനെ ഞാനും പറഞ്ഞിപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അദ്ദേഹം ഇനി ആ കമ്മിറ്റി പങ്കെടുത്ത എല്ലാവരോടും ചോദിച്ചാൽ ഇത് തന്നെയല്ലേ പറയാം. ഈ മാതൃഭൂമി ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഒരു ധാർമ്മികതയും അതിൻ്റെ നിലവാരമാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു പത്രമാണ്. ഞാൻ അതിനേക്കാളും അതൊരു പഴയകാല ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം കളഞ്ഞു കുളിക്കുകയാണ്.